ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉള്ളിക്കറിയാണ്. ഉള്ളിത്തീയൽ എന്നൊക്കെ പറയും കേട്ടോ. അതിനായിട്ട് ഞാൻ 1/4 കിലോ കൂടുതലുണ്ടെന്ന് 1/2 കിലോ ഇല്ല, ഒരു 300 ഗ്രാം 400 ഉണ്ടാവും. അത്ര ഞാൻ ഉള്ളി നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, എരിവുള്ള പച്ചമുളക് കണ്ട 4 എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്കിനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതേപോലെ കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ ഉള്ളി അരിയുന്ന സമയമാണ് നമുക്ക് ഇതിനായിട്ട് ഒരു തേങ്ങ വറക്കാട്ടോ. അതിനായിട്ട് ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഓവർ തേങ്ങ വേണ്ട, ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നല്ല ബ്രൗൺ കളറാവണ വരെ നല്ലോണം വറുത്തെടുക്കാം കേട്ടോ. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ചെറിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ, കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. തീ കുറച്ചിട്ട് വേണം നമുക്കൊന്ന് വറുത്തെടുക്കാൻ. തേങ്ങ ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ, നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തേങ്ങ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ മൂത്തേമ കണ്ട അതിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ തിരിച്ച് വന്നതുണ്ട്. തേങ്ങയെന്ന് ഇറങ്ങി വന്നാണ്ട. തേങ്ങ ഹൈ ഫ്ലെയിമിലിട്ട് വറക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകുള്ളൂ. നമ്മൾ തീ കുറച്ചിട്ട് വറക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, നല്ല തേങ്ങയുടെ മണവും വരും. നമുക്കിനി പൊടികളിടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് വേണമെങ്കിൽ കൂട്ടിയിടാട്ടോ ആവശ്യത്തിനനുസരിച്ച്. ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇതും തീ കുറച്ച് തന്നെ ഒന്നുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നത്. നല്ലോണം ഇത് തണുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് തേങ്ങ ചൂടാറുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു കഷ്ണം വാളൻപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു വാളൻപുളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം. അത് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കാട്ടോ ഇതൊന്ന്, ആ പുളിയുടെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി. ഇനി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ ഇത്. അപ്പോഴേക്കും ആ പുളിയൊക്കെ നല്ലോണം ഇറങ്ങി വരും. പാൻ ചൂടായിട്ടിട്ട് ഉള്ളി വായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ. തേങ്ങ വറുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ ഉള്ളി വായിട്ടുന്നത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിട്ട് ചെറുതീര് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം ഇത് വാടണമെന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്ന്. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വാടുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മുളകൊക്കെ നല്ലോണം വാടി വന്നിട്ട് ഓവറായിട്ട് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലോണം വാടി മതി. നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം. ചിലർ ഈ സമയത്താണ്ട് ഈ ഉള്ളിയിലേക്കാണ് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്ന. ഞാൻ തേങ്ങയിലിടും. ചില തേങ്ങ വെറുതെ മാത്രം വറുത്തെടുക്കുള്ളൂ. ഞാൻ തേങ്ങയിലിട്ടാണ്ടോ ഈ പൊടികളൊക്കെ ഇട്ട് വറുത്ത് അരച്ചേക്കണത്. നമുക്കിനി ഈ തേങ്ങ കൂട്ടിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനകത്തേക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് ഒഴിക്കാൻ. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പൊക്കെ നല്ലോണം പിടിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി വെളുത്തിരിക്കണ പോലെ തോന്നുമ്പോൾ ശരിക്കും കുറച്ച് കഴിയുമ്പോൾ നല്ല ബ്രൗൺ കളർ ആയിക്കോളും. ആ തേങ്ങ അരപ്പൊക്കെ ഒന്നേ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി, ഉള്ളിയിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. എൻ്റെ എരിവും പുളിയൊക്കെ കറക്റ്റാണ് കേട്ടോ. ഉപ്പ് കുറവാണ്, ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല. കുറവാണെന്ന് ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല. ഉപ്പിടുകയാണ് ഞാൻ. ഒരു ചെറിയ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലോണം കിടന്നതിന് ഇതൊന്ന് തിളച്ചിട്ട് തീ കുറച്ചിടാം. അപ്പോൾ അതിൻ്റെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലോണം വരും, നല്ല ബ്രൗൺ കളറായിട്ട് വരും. ഞാനൊരല്പം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ശർക്കര ഇട്ടാലും മതി, ചെറിയൊരു കഷ്ണം. ശർക്കര ഇല്ല, ഞാൻ അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഉള്ളിക്കറി നല്ലോണം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചേക്കണം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ലൂസായിട്ട് എടുക്കണമെങ്കിൽ അതുപോലെ എടുക്കാം. ഞാൻ നല്ല കുറുകിയാണ് എടുക്കാറ്. ഉള്ളിക്കറി നല്ലോണം തിളച്ച് ഞാൻ അരപ്പ് കൂട്ടി കഴിഞ്ഞപ്പോൾ നല്ലോണം തിളച്ചായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ല കുറുക്കി എടുത്തിട്ടാ. ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാട്ടെ. ഞാനിവിടെ നല്ല തിക്കായിട്ട് എടുക്കാറ്. അപ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തിട്ട് ഇപ്പം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി, ഉള്ളിത്തീയിൽ എന്ത് വേണമെങ്കിലും പറയാം. കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉള്ളിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കാറുണ്ട്, ഞാൻ എന്നാലും പറഞ്ഞതാണ് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.